കൂടുതൽ ഇൻട്രോ കൊടുത്ത് ഞാൻ വെറുതെ ലാഗ് ചെയ്യുന്നില്ല. നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ സൈഡിലൊരു ബ്രൈഡൽ എന്ന ഡിസൈൻ കാണിക്കാം. അത് ജസ്റ്റ് ഒന്ന് നല്ലോണം റീഡ് ചെയ്ത് നോക്കാം. നമ്മൾ ബേസിക്കായിട്ട് പറയാൻ പോകുന്ന ലൈൻസ്, ഹംസ്, ഡോട്ട്സ്, വൈൻസ്, ഡ്രോപ്സ് ഇതെല്ലാം ഒരുപാട് ഫില്ല് ചെയ്ത് ഞാൻ മാത്രമാണ് ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തത്. ബേസിക് ആയിട്ടുള്ള ഈ ഒരു 5 എലമെൻറ്റ്സ് മാത്രം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ബ്രൈഡൽ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മളെ ലിസ്റ്റിലെ ഫസ്റ്റ് ബേസിക് ഡിസൈൻ ലൈൻസ് ആണ്. ലൈൻസ് എങ്ങനെ വരയ്ക്കേണ്ടതെന്നറിയോ? നമ്മളൊരു ടിപ്പ് കുത്തിയിട്ട് അതിനെങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് വേണം അപ്പുറത്തേക്ക് കൊണ്ടുപോയി വെക്കാൻ. ഫോണ് നമ്മൾ ബേസിനെ തട്ടിച്ചുകൊണ്ട് ലൈൻസ് വരയ്ക്കരുത്. എന്നപ്പോൾ ലൈൻസ് ഒട്ടും നീറ്റ് ആകൂല. ഞാൻ ചെയ്യുന്നത് ശരിക്കും ശ്രദ്ധിച്ച് നോക്ക്. ഞാൻ അവൾ ബേസിൽ തട്ടിക്കാണ്ടാണ് കൊണ്ടുപോകുന്നത്. സ്റ്റാർട്ടിങ് തട്ടിച്ചിട്ട് അവസാനം ഞാൻ എൻഡിലാണ് അത് പേപ്പറിൽ ടച്ച് ചെയ്യുന്നത്. ഫാസ്റ്റായിട്ട് വരച്ച് പോവാണ്ട് നല്ല സ്ലോ ആയിട്ട് വരയ്ക്കുകയും ചെയ്യാം. ലൈൻസിൻ്റെ ഇടയിൽ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് പേപ്പറിൽ ടച്ച് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിവിടെ ഇപ്പോൾ ഒരു 5 എലമെൻറ്റ്സ് വരയ്ക്കുന്നുണ്ട്. ഇതിൽ 2 എലമെൻറ്റ്സ് മാത്രം നിങ്ങളൊരു ദിവസം പ്രാക്ടീസ് ചെയ്താൽ മതി. ഓരോ വട്ടം വരയ്ക്കുമ്പോഴും അടുത്തത് ബെറ്റർ ആക്കണം നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഒരു 10 പ്രാവശ്യങ്ങൾ വരച്ച് നോക്ക്. 10ാമത്തെ വട്ടം ഫസ്റ്റ് വരച്ചതിനേക്കാളും ബെറ്റർ ആയിരിക്കും. എന്തുകൊണ്ടും സെക്കൻഡായിട്ടുള്ള എലമെൻ്റാണ് ഹംസ്. ഹംസ് എങ്ങനെ വരയ്ക്കാമെന്നറിയോ? സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈന് കൊടുക്കുക. ആ ലൈനിൻ്റെ മേലെ കൂടി നമ്മൾ റാ ചെയ്തുപോലെ ആ റാ കുറച്ച് തിന്നായിട്ട് ഭയങ്കര വീതി കൂട്ടാണ്ട് മെലിഞ്ഞിട്ടുള്ള റാ വരച്ചു കൊടുക്കുക. വളരെ മെല്ലെ വരച്ചാൽ മതി, എന്നാൽ എല്ലാം നല്ല ഷേപ്പിൽ വരും. ഞാൻ ഏറ്റവും ടൈം എടുത്ത് ചെയ്യുന്ന ഒരു ഡിസൈനാണ് ഈ ഹംസ് വരയ്ക്കൽ. നിങ്ങളിപ്പോൾ കാണുന്ന സ്പീഡില്ലേ, ഇതേ സ്പീഡിലാണ് ഞാൻ വരയ്ക്കുക. അത്രയ്ക്കും മെല്ല. അല്ലെങ്കിൽ ചില ഹംസ് മെലിഞ്ഞിട്ടും ചില ഹംസ് തടിച്ചിട്ടും ഉണ്ടാവുക. മെഹന്തി ഇടുമ്പോഴല്ല നമ്മൾ ഭയങ്കര ചെറിയ കോൺസ് യൂസ് ചെയ്യുക. നല്ല തടിയും വീതിയുള്ള കോൺസ് യൂസ് ചെയ്യാണ്ട് ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള കോൺസ് യൂസ് ചെയ്യുക. എന്നപ്പോൾ നമ്മളെ കൈക്ക് നല്ലൊരു ബാലൻസിങ് കിട്ടും. നമ്മുടെ ലിസ്റ്റിലെ 3ാമത്തെ എലമെൻ്റാണ് ഡോട്ട്സ് വരയ്ക്കുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു മെഹന്തിയിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡിസൈൻ ഈ ഡോട്ട്സ് ആണ്. വളരെ സിമ്പിളാണ്. സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈന് കൊടുക്കുക, അതിന് കറക്റ്റ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് ഓരോ ഡോട്ട്സും കൊടുക്കുക. നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഡോട്ട്സ് വളരെ അടുത്ത് പോവാതിരുന്നാൽ മതി. അടുത്ത് പോയാൽ ഇതെല്ലാം കൂടി സ്പ്രെഡായിട്ട് ഡോട്ട്സിൻ്റെ ഷേപ്പ് ആകെ മാറിപ്പോവും. നിങ്ങളില്ലേ, ഈ വീഡിയോ പ്ലേ ചെയ്ത് വെക്കുക, എന്നിട്ട് ഇതേ ടൈമിങ്ങിൽ തന്നെ വരച്ച് പോവുക. വീഡിയോ നോർമൽ സ്പീഡ് തന്നെ ഉള്ളത്, ഞാൻ തീരും സ്പീഡ് കൂട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഓരോ ഡിസൈനും കുറച്ച് ലാഗായിട്ട് ഇങ്ങനെ വരച്ച് പോകുന്നത് കേട്ടോ. 4ാമത്തെ ഡിസൈനാണ് വൈൻസ്. എൻ്റെ അറിവിൽ ഒരുവിധം എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അവരുടെ ബിഗിനിങ് ടൈമിൽ ഏറ്റവും റിസ്ക് ഉള്ളൊരു ഡിസൈൻ ഇതായിരിക്കും. എനിക്കും ഏറ്റവും കൂടുതൽ ടഫായിട്ടുള്ളൊരു ഭാഗം ഇതായിരുന്നു. ഞാനിത് വരച്ച് പ്രാക്ടീസ് ചെയ്ത പോലെ വേറൊരു ഡിസൈനും അങ്ങനെ ചെയ്തിട്ടില്ല. പെണ്ണുകൊണ്ടും പെൻസിലുകൊണ്ടും മൈലാഞ്ചി കൊണ്ടും ഒക്കെ വരയ്ക്കുകയും ഇത്. മെഹന്തിയിൽ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ഇതാണ്. സിമ്പിൾ മെഹന്തി ഡിസൈനിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ ഒരു സാധനം. ഇതെങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് അറിയോ? നമ്മളൊരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈന് കൊടുക്കുക. ആ ലൈനിൻ്റെ ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുമ്പം വളരെ തിന്നായിട്ടൊരു പ്രഷർ കൊടുക്കുക. എന്നിട്ട് തിന്നായിട്ട് കൊടുത്തതിന് ശേഷം അപ്പം തന്നെ നല്ലോണം പ്രഷർ കൊടുക്കുക. എന്നിട്ട് വീണ്ടും തിന്നാക്കുക. ഒന്നും മനസ്സിലായില്ലല്ലേ? ഒന്നുകൂടി പറഞ്ഞുതരാം. സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക, മെല്ലെ തിന്നാക്കുക, പ്രഷർ കൊടുക്കുക, തിന്നാക്കുക, തിന്നാക്കുക, പ്രഷർ കൊടുക്കുക, വീണ്ടും തിന്നാക്കുക. ഇതിൽ ഒരു ഡ്രോപ്പ് വരയ്ക്കാൻ തന്നെ നമുക്കൊരു 5 to 7 സെക്കൻഡൊക്കെ വേണ്ടി വരും എനിക്ക്. ഇതിൽ ഓരോ ഡ്രോപ്പ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ മിനിമം ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം വരയ്ക്കാൻ. ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടി സ്പ്രെഡായി പോകും. നമ്മൾ കഷ്ടപ്പെട്ട് വരച്ചതെല്ലാം വെറുതെ ആകും. കാരണം നമ്മൾ കൈമേലിടുന്ന സമയത്ത് ചില സമയത്തൊക്കെ കൈ എന്തായാലും ഇളകി പോകുമല്ലോ. എന്നാൽ ഡിസ്റ്റൻസ് കൂടി പോകാനും പാടില്ല. ഇതെല്ലാം നമ്മൾ നമ്മുടെ സ്വന്തമായ നേക്ക് കൂടി കണ്ടുപിടിച്ച് പോകേണ്ടതാണ്. കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഗൈസ്. ഒരു 10 മിനിറ്റ് ഒരു മൈലാഞ്ചും ട്യൂബും ആയിട്ടിരുന്ന് ചെയ്യേണ്ട പണിയേ ഉള്ളൂ. ഇനി നമ്മൾ ലിസ്റ്റിൽ 5ാമത്തെ എലമെൻ്റ് നോക്കാം. സത്യത്തിൽ വൈൻസിൻ്റെ റിവേഴ്സിങ് ആണ് ഡ്രോപ്സിൽ നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ 2 ഡിസൈൻസും കാണാൻ ഏകദേശം ഒരുപോലെയൊക്കെയാണ്. രണ്ടിനും രണ്ടിൻ്റേതായ ഭംഗിയുമാണ് കാണാൻ. വൈൻസിനേക്കാളും കുറച്ചും കൂടി സിമ്പിളാണ് ഡ്രോപ്സ് വരയ്ക്കുക എന്നുള്ളത്. വൈൻസ് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ ഡ്രോപ്സ് വരച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഈ ഒരു ഡിസൈനും വൈൻസിനെ പോലെ തന്നെയാണ്. ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ മൊത്തത്തിൽ പെരിഞ്ഞു പോകും. ഞാൻ ഫസ്റ്റ് വരയ്ക്കുന്നതൊക്കെ നമ്മൾ റോങ് ആയ മെത്തേഡാണ് കേട്ടോ. സെക്കൻഡ് വരയ്ക്കുന്നതാണ് നമ്മൾ ശരിയായ മെത്തേഡ്. ഞാൻ സൈഡിൽ കൊടുക്കുന്ന ശരിയും തെറ്റും നിങ്ങൾ കാണുന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതെടുത്ത് പറഞ്ഞത്. ഇനി ഇത് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈന് കൊടുക്കുക. എന്നിട്ട് ലൈനിൻ്റെ അറ്റത്ത് നിന്ന് ഒരു ടിപ്പ് വെക്കുക.
എന്നിട്ട് അവിടെ ഒരു ഡ്രോപ്പ് നല്ല രീതിയിൽ പ്രഷർ ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് കോൺ എടുക്കാതെ പ്രഷർ കുറച്ച് ബേക്കിലേക്കായിട്ട് ഒരു ലൈൻ കൊടുക്കുക. പ്രഷറിൽ കുത്തുക, ബേക്കിലേക്കായിട്ട് ഒരു ലൈൻ കൊടുക്കുക. പ്രഷറിൽ കുത്തുക, ബേക്കിലേക്കായിട്ട് ഒരു ലൈൻ കൊടുക്കുക. സത്യത്തിൽ ഇത് വൈൻസിനേക്കാളും കുറച്ചും കൂടി നല്ലോണം സിമ്പിളാണ്. നമ്മൾ നല്ലോണം സ്ലോ ആയിട്ട് ഡിസൈൻസ് ഒക്കെ ചെയ്യാം കേട്ടോ, സ്പീഡ് കാണിക്കാൻ പാടില്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ഓർഗാനിക് ഹെന്ന വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഫസ്റ്റ് ടൈമായിട്ട് ഓർഗാനിക് ഹെന്ന യൂസ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് മെഹന്തി ഇടണമെന്ന് താല്പര്യം വരുന്നത് തന്നെ. അപ്പം ഞാൻ ഫസ്റ്റിൽ പറഞ്ഞത് മറക്കണ്ട, ഒരു ദിവസം ഇതിൽ 2 എലമെൻറ്റ്സ് മാത്രം നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. 2 എലമെൻറ്റ്സും ഏകദേശം ഓക്കെ ആണെന്ന് തോന്നുമ്പം അടുത്ത 2 എലമെൻറ്റ്സ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റിൽ ചോദിക്കാം കേട്ടോ.